അതുപോലത്തെ ബാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൈ കുറച്ചിങ്ങനെ ചൂടാക്കി കൈ ഇങ്ങനെ ഒരച്ചെങ്കിൽ കുറച്ച് ചൂടുണ്ടാവും, ആ ചൂട് ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഓക്കെ. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മാർഗം പറയുന്നത് എന്താണ്, ഇവിടെ ഒരാള് തള്ളം പറയുന്നുണ്ടല്ലേ, ഞാൻ ഇങ്ങനെ ഇവിടെ രണ്ട് തള്ളം വരല് കാലിന്റെ കൊമ്പ് വരലില്ലേ, അത് ഇങ്ങനെ വലിച്ചാല് കണ്ണിങ്ങനെ അടയുമെന്ന് പറയുന്നു. കുറെ നേരമാണെങ്കിൽ ആദ്യമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ആക്കിയാൽ മതി, ഇങ്ങനെ ആക്കിയിട്ടും അത് അടയുന്നില്ല, തുറന്നിട്ടേ ഉണ്ട്. എന്നെങ്കിലും ഞാൻ ഇങ്ങനെ അടച്ചിട്ട് പിടിക്കാം, രണ്ട് വലിക്കൽ കുറച്ച് ഉച്ചത്തിലെ വലി, ആ വലിക്കലോടുകൂടെ മതി. അങ്ങനെ വലിക്കലോടുകൂടെ കണ്ണെന്താവും, അടയും. അങ്ങനെ മടങ്ങില്ലെങ്കിൽ ഭാരതത്തിൽ നിങ്ങൾക്ക് അറിയുന്നതായി മാർഗങ്ങളൊക്കെ സ്വീകരിച്ചാൽ മതി. ഏതായാലും ഒന്നാമത്തെ സുന്നത്ത് ഉമ്മിള അയിനാഹു, രണ്ട് കണ്ണിൽ എന്താക്കണം, ഇത് കുറെ ആൾക്കാർ മരിച്ചിട്ട് കണ്ണിങ്ങനെ തുറന്നിട്ട് കണ്ടോ, അല്ല ഞങ്ങളുടെ ഉറങ്ങിയിട്ടുണ്ട് കണ്ണിങ്ങനെ തുറന്നിട്ടുണ്ട്, കാണാൻ മോശമല്ലേ അല്ലെ. നമ്മൾ ചിലപ്പോ കുറച്ച് കുരുത്തം കെട്ടവരാണെങ്കിൽ അതിനെ മെല്ലെ വീഡിയോ ചെയ്തെടുക്കിട്ട് വാട്സപ്പിൽ ഇടുക, ഊന് വർക്ക് നോക്കും, പുതിയ അത്ഭുതത്തിന്റെ വർക്ക്, കണ്ണ് രണ്ട് തുറന്നിട്ട്, അത് കാണാൻ മോശമാണ്. അതുകൊണ്ട് മയ്യത്താണെങ്കിലും കുറെ ഇത് കാണാൻ മോശമാണ്, അത് കണ്ണ് ചുമപ്പിക്കണം. ഒന്നാമത് സുന്നത്ത് തർത്തീബില്ല, ഇത് ചെയ്യുമ്പോൾ മറ്റൊന്നും ബാക്കിയുള്ളവർക്ക് ചെയ്യാം, ഓർഡറില്ലേ. സുന്നത്ത് ഒന്ന്. രണ്ടാമത്തെ സുന്നത്ത് ഉപയോഗം ചെയ്യേണ്ടത് കെണിപ്പുകളെല്ലാം മയപ്പെടുത്താം. കെണിപ്പുകൾ മയപ്പെടുത്തുക പറഞ്ഞെങ്കിൽ ഇതാണ്, ഇത് ഇയാളെങ്ങനെ പൊന്തിച്ച് തന്നെ നിങ്ങൾക്ക് മയ്യത്തൊന്നും അങ്ങനെ പൊന്തിച്ച് തരില്ല. ഈ വിരലിനെല്ലാം ഒന്നിങ്ങനെ മടക്കാം, മടക്കിയിട്ട് ഒന്ന് ഇങ്ങനെ മടക്കാം. അങ്ങനെ മടക്കിയതിനു ശേഷം ഒന്നും കൂടി ഈ കയ്യിനെ ഒന്ന് ഇങ്ങനെ ഇട്ടാക്കാം. ഇതെല്ലാം ബിരിഫ്ത് മയത്തോടു കൂടി ആയിരിക്കണം. നാസിർ ഖാനോട് ചൊടിയുള്ളത് കൂടി ഞാൻ എന്തോ അത്ര ഇതാക്കല്ല. ഞമ്മ ഏത് മയ്യത്താണെങ്കിൽ അത് ഒരു വിഷയമുണ്ട്, ഈനെല്ലാം പോണ്ടതാരെയാണ് ഞാൻ ഞമ്മള് പറഞ്ഞത് പെട്ടാളെന്നെ നമ്മളെ ആളെന്നെ പോണം. ഏതെങ്കിലും ഒരു ശത്രുവല്ല, സ്ഥലത്ത് വേണമെങ്കിൽ 10 കൊല്ല ഇയാൾ മരിച്ച ഉപയോഗം വരുന്നേ, ഏതൊരു കയ്യിനെ കാണും പൊളിക്കാൻ, അതിനെ പക തീർക്കാൻ. അങ്ങനല്ല, അർഫഖു മഹാരിമിഹി, ഏറ്റവും നല്ല അവരുമായിട്ട് നല്ല അടുപ്പമുള്ള റിഫുള്ളതായ ആൾക്കാർ. അപ്പൊ ഇത് മയപ്പെടുത്തി കണ്ടല്ലേ, ഞങ്ങൾ വേണമെങ്കിൽ ബെറലിൽ ഇങ്ങനെ എല്ലാം ആക്കാം. അങ്ങനെ ആക്കിയിട്ട് ഇതൊന്നിങ്ങനെ മടക്കാം, എന്നിട്ട് ആ കയ്യിനൊന്ന് എന്താക്കാം, ഇങ്ങനെ കൊണ്ടുപോകാം. ഇതുപോലെ ആ കയ്യിനും എങ്ങനെ ചെയ്യാം, മറ്റേ ഇടത്തെ കയ്യിന് അല്ല, ഞാനിപ്പോ ചെയ്തത് ഇടത്തെ കൈ അല്ലേ, വലത്തെ കയ്യിനെല്ലാം മുതിക്കുന്നത് പൊതുവെ എല്ലാം സുന്നത്തല്ലേ. ഇതുപോലെ കാലിനെയും ബെറലിനെയും ഇങ്ങനെ മയപ്പെടുത്തി ഇതാക്കാം. എന്നിട്ട് കുറച്ച് ഹെൽപ്പാക്കണം എനിക്ക്, കാലിനെ ഇങ്ങനെ മടക്കാനല്ലേ, ഇങ്ങനെ മടക്കി കാലിനിങ്ങനെ മടക്കിയതിന് ശേഷം നീർത്തണ്ട, ഇല്ലെങ്കിൽ ഇങ്ങനെ കാല് മടക്കിയതിന് തുണി ഇട്ടത് കൊണ്ട് എനിക്ക് വേണ്ടതുപോലെ ആക്കാനാണ്. ഈ കാല് മടക്കിയ കാലിനെ ഒന്നും കൂടി നെഞ്ഞിലേക്ക് മടക്കാം പറ്റൂ. ഈ മടക്കിയ കാലിനെ എന്താക്കാം, ഒന്നും കൂടി നെഞ്ഞിലേക്ക് മടക്കാം. അങ്ങനെ നെഞ്ഞിലേക്ക് മടക്കിയതിന് ശേഷം നീർത്തിട്ട് വെക്കാം, വലത്തെ കാലും ഇടത്തെ കാലും. ഇതാണ് ലുയ്യിനത്ത് മഫാസിലുഹു, കെണിപ്പുകളെ മയപ്പെടുത്താൻ പറയുന്നത്. രണ്ടാമത് സുന്നത്ത് കിട്ടിയില്ലേ, ചെയ്യൂലേ ഇൻഷാ അല്ലാഹ്. ഇതിപ്പോ മാത്രമല്ല, കുളിപ്പിച്ചതിന് ശേഷം കഫന്റെ മുമ്പ് ഒരിക്കൽ ഇങ്ങനെ സുന്നത്തുണ്ട്. 2 സുന്നത്തായി. മൂന്നാമത് സുന്നത്ത് തുടക്കത്തിലെ പറഞ്ഞ് തർത്തീബില്ലാണ്, ഇയാളുടെ താടിയെല്ലിനെ വെച്ചിക്കെട്ട തലയിലേക്ക്. അതിനുള്ള തുണി ഉണ്ടാ, ഇല്ലെങ്കിലും മോശമില്ല. ശരിക്കും എങ്ങനെ പോകണം, ഇത് കുറച്ച് വീതി ഉണ്ടെങ്കിൽ ഈ ചെവിന്റെ ഭാഗത്ത് 2 ഓട്ടാക്കിയാൽ മതി. ഇത് വീതി ഉണ്ട്, അപ്പോൾ ഇത്തിരി വെള്ളം ഉണ്ടെന്ന് വെച്ചോ, കൂടെ ഒരു ഓട്ടാക്കാം. ഓട്ടാക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ ഇതാക്കുമ്പോൾ ചെവിന്റെ പുറത്ത് വരാം, ഇവിടെ ചെവിന്റെ പുറത്ത് വരാം. എന്നിട്ട് ഇങ്ങനെ കെട്ടുമ്പോൾ താടി എല്ലിലേക്ക് വരാം. ചില ആൾക്കാർ കെട്ടുന്നത് ഇവിടത്തേക്കാണ്, അത് ആരെങ്കിലും വിചാരിക്കും ഇത് ആത്മഹത്യക്ക് അവിടെ തന്നെ മുറിച്ചിട്ട് വന്നേ. അങ്ങനെയല്ല കെട്ടേണ്ടത്, താടി എല്ലിലേക്ക് ഇങ്ങനെ ഇവിടത്തേക്കാക്കി കെട്ടുക. കാരണം ഇത് വായ ഇങ്ങനെ തുറന്നിട്ടുണ്ട്, വായ അടയാനാണ്. വായ അടഞ്ഞില്ലെങ്കിൽ ഈ വായ അടയാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളിപ്പോ ഉറങ്ങുമ്പോൾ വായ തുറന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട് എന്താക്കും അല്ലെ, അത് കാണാൻ രസമില്ലല്ലോ. അതുകൊണ്ട് വായ ശരിക്കും അടയാൻ വേണ്ടി വീതിയുള്ള ഒരു നാട കൊണ്ട് കെട്ടണം. ആ കെട്ടലോടുകൂടെ വായ അടയണം. ഇതെന്തിനാണ്, ഇങ്ങനെ അടഞ്ഞില്ലെങ്കിൽ വായിലൂടെ ഉള്ളിലേക്ക് കാറ്റ് പോകും. കാറ്റ് പോയാൽ ചിലപ്പോൾ ദുർഗന്ധം വമിക്കും, അല്ലെങ്കിൽ വയറിങ്ങനെ വീർക്കാൻ തുടങ്ങും. കാരണം ഇപ്പൊ വയറിന് ശ്വാസം ഇല്ലല്ലോ. നമ്മളെ വായിന് പോകുന്ന കാറ്റ് പോലെ, കാരണം നമ്മുടെ ശ്വാസം ഉണ്ട്, ജീവനുണ്ട്.
ഇതിപ്പോ ജീവനില്ല. ഈ ജീവനില്ലാത്തവന്റെ ഉള്ളിൽ പ്രതിരോധനമായിട്ടുള്ളതായി കാറ്റില്ലാത്തത് കൊണ്ട് ഈ കാറ്റ് പോയിട്ട് ഭയങ്കര പൊന്താൻ തുടങ്ങും. അത് കാണാൻ രസമില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് എത്ര സുന്നത്തായി ഇപ്പോ? 3 സുന്നത്തായി. 4ാമത്തെ സുന്നത്തിൽ ഇങ്ങനത്തെ ഒരു ഉയർന്ന സ്ഥലത്തിൽ കട്ടില് പോലോത്തത്തിൽ കടത്തുക. നിലത്തിലല്ല, കട്ടില് പോലോത്തത്തിൽ. അവിടെ തൊഫയിൽ പറഞ്ഞ് മിനുഗൈരി ഫിറാശിൻ, അടിക്കൊന്നും വിരിക്കണ്ട. മെരിറ്റിന്റെ കട്ടില് ഡയറക്റ്റ് ആയിട്ട് മയ്യത്തിന് കടത്താം. വിരിച്ചെങ്കിൽ ഒളിപ്പായ വേറെ പായ വിരിച്ചെങ്കിൽ ചൂടെടുക്കും. അത് മയ്യത്തിൽ കുറച്ച് വേർത്തിട്ട് വേറെ ബുദ്ധിമുട്ട് ഉണ്ടാവും, നാറ്റം പിന്നീട്. എന്തെങ്കിലും എങ്ങനെയാണെങ്കിൽ മിനുഗൈരി ഫിറാശിൻ. ഇനി നമ്മ SKSF പ്രവർത്തകർ അങ്ങനെ അടക്കത്ത് ഒരാൾ മരിച്ചിട്ട് പോയിട്ട് കിടത്തിയിട്ടുണ്ട്, അടിയിൽ പായുണ്ട്, ഇതാരി അടിയിൽ പോയിട്ട് ഇവന്മാരങ്ങ് വെച്ചെടുക്കണ്ടാവാം. മരിച്ചു പോരാണ്, അതൊരു ചിന്ത എപ്പോഴും പോകണം. ഇത് സുന്നത്താ ഞാൻ പറയുന്നത്. ഇനി പായിട്ടത് കൊണ്ട് ഹറാമോ മയ്യത്ത് നരകത്തിൽ